അല്ല, എന്താ പരിപാടി? ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അതല്ലടാ ഭാവി പരിപാടി. ഓ മനസ്സിലായി, ഫ്യൂച്ചർ പ്ലാൻ. ആർജെ വിജയ് സീൻ തന്നെ. ലൂക്ക, നിന്റെയോ? ഒരു പുതിയ കോഴ്സ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചോ, ഇതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ബാൻഡ് മേളപ്പല്ലേ? ഉണ്ട്. പാർട്ടിക്കൊരു പാട്ട് വേണം. നിങ്ങളുടെ ടൈപ്പ് മതിന്നേ. നോക്കാം, പക്ഷേ ക്യാഷ് വേണം, നല്ല ചിലവുള്ള. അത് വകയിരുത്താം. അതൊന്നും പറ്റൂല, ക്യാഷ് വേണം. എടാ വകയിരുത്താന്ന് പറഞ്ഞ ക്യാഷ് തരുന്ന് മനസ്സിലായില്ലേ? അങ്ങനെ പ്രകാശ് കോൺഗ്രസിലേക്ക് ആളുകൾ ഓടി വന്ന് ചേരാനായിട്ട് ഞങ്ങൾ പാട്ടുണ്ടാക്കി തുടങ്ങി. മാവേലി നീ വേണം, നിന്മണ്ണാകെ നിണം, മാക്കാനാടുന്നൊരു അങ്കണം. അംഗത്തിൽ നീ വേണം, ശംഖം നീ ഊതണം, ഹുങ്കന്മാരൊന്നായി തീ തിന്നണം. Changing the show, youth of a nation, together we sing. We got what it takes, yo, we got what it takes. We changing the game, we changing the scene. We bringing the new times, you know what I mean. മീൻവൈൽ പ്രകാശ് ബ്രദേഴ്സ് അപ്പാപ്പൻ്റെ ഒരു സ്റ്റാച്ചുവിന് വേണ്ടി ഉപവാസ സമരം നടത്തുകയായിരുന്നു. സ്വന്തം പിതാവിനെ ആദരിക്കാത്തവർ ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാണ്? ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നടക്കുന്ന ഈ അവകാശ സമരം കണ്ടില്ലെന്ന് നടിക്കരുത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കാതെ പ്രകാശ് കോൺഗ്രസ് അടങ്ങുമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. പക്ഷേ കറണ്ട് മേയറും BDF നേതാവുമായിരുന്ന കോതാർ ദാസിന് ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരു പുജ്ഞ വരുന്നു. രാജാവായി നീ വേണം, തുഗ്ലന്മാരോ നിന്റെ രാജ്യം മുടിച്ചിടും മുൻപേ വേണം. വാഴാനായി നീ വേണം, കേഴുന്നോരീ നാട് കോഴക്കാർ വാങ്ങിയിടും മുൻപേ വേണം. എന്തോന്നടാ ഇത്? ഇതാണോ യൂത്ത്? ഇതിലെവിടെ ഒരു വീര്യം? ജോസേ, നീ ആ പട്ടം നോക്കി. ഇത് അവിടെ കിട്ടണം. കണ്ട, നീ 25,000 കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇത് 500 രൂപയാണ്. എങ്ങനെയുണ്ടോന്ന് നോക്കി. പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം ആ വീട്ടിൽ നിൽക്കണ്ടേ? ആ കൊച്ചിയല്ലേ, മെട്രോ വരികയല്ലേ, ആദ്യത്തെ ട്രെയിനിൽ തന്നെ കയറണം. പിന്നെ ആനിനോട് വർക്കായല്ലോ. വന്നല്ലോ മണ്ടൻസ്. ആരിത്? ലൂക്കാച്ചനോ? ചെറുപ്പത്തിലുള്ള മുഖം ഊതി വീർപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. താടിക്കാരൻ അങ്കിൾ, താടിക്കാരൻ ആന്റി. യെസ്, ആൻ മേരി താടിക്കാരൻ റിട്ടേൺസ്.
താങ്ക് യു. ഇവള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അയ്യോ അല്ലമ്മച്ചി, അവളിപ്പോ തടി കുറച്ചതല്ലേ. ലൂക്ക എന്നാ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ ലൂക്കാച്ചാനല്ലോ, പണ്ടൊരു ദിവസം വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മാങ്ങ മുഴുവൻ എടുത്ത് തിന്ന്. അത് എന്നാ മാങ്ങടി? ബെഗനപ്പള്ളി മാങ്ങ. ആടകരപ്പള്ളി. എൻ്റെ അമ്മയെ അത് തിന്ന് തൂറിയ ട്രൗസറിലൊക്കെ ആക്കി മുഴുവൻ. എന്നാ ആലോചിക്കുമ്പോ ചിരി വരുന്നത്. വേണ്ട ആന്റി, ഇതൊക്കെ കഴിച്ചാൽ എന്റെ ഡയറ്റ് പ്ലാൻസ് കംപ്ലീറ്റ് തെറ്റും. കുറച്ച് കഴിച്ചു മോളെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയാറുണ്ട്, പക്ഷെ ഇവളുടെ വിൽ പവർ സംബന്ധിച്ചു കൊടുത്തേ പറ്റൂ. ഗുഡ് മോളെ, ഗുഡ്. വിൽ പവർ ഷോസ് ക്യാരക്ടർ. താങ്ക് യു അങ്കിൾ. ഇനി എന്നാണാവോ ലൂക്ക അഡ്വക്കേറ്റ് ലൂക്ക ആവുന്നത്? അതിനവൻ LLB പകുതിക്കിട്ട് പോകുന്നില്ലേ? അയ്യോ, ഈ സണ്ണി പിന്നെ ഞങ്ങൾ എപ്പോഴും TV കാണാറുണ്ട്. വലിയ BJ അല്ലേ? BJ PJ അല്ലാണ്ടി VJ, വീഡിയോ ജോക്കി. ഓ, ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ. ദേ, ആന്റിക്കും അങ്കിളിന് നീ ആ TV പാടുന്ന പാട്ടൊന്ന് പാടിത്തരാവോ? എടാ ഒരു എപ്പിസോഡ് എന്നാ റേറ്റ് കിട്ടും? ദാറ്റ് ഡിപെൻഡ്സ് അങ്കിൾ. അതല്ല, റെഡി ക്യാഷ് എത്ര കിട്ടുമെന്ന്. കാശിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവൻ അപ്പടെ ഒരു തപ്പല്. അല്ല, കോർപ്പറേഷൻ ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, ഈ പ്രാവശ്യമെങ്കിലും കവിളിന് വീഴുവോ? ഇത്തവണ ഞങ്ങൾ പ്രകാശം പരത്തും. ഓ ഓ, 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 ഓ. ജോൺ പ്രകാശും ജോസ് പ്രകാശും അതിനുള്ള അടിവേലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമ്മതിച്ച്, ജയിച്ചാ ഭാഗ്യം. താങ്ക് യു. മതി. ലൂക്കച്ച, നമ്മുടെ അന്നത്തെ സീക്രട്ട് ഇപ്പോഴും സീക്രട്ട് അല്ലേ? മിക്കി മൗസ്. യെസ്. My love, you're my Panchasara. My love, you're my Panchasara. ആരത്? പതിവ് പോലെ പിറ്റേ ദിവസവും അവൻ സ്വന്തം കൂർക്കം വലിയായിട്ട് ഞെട്ടി ഉണർന്നു. Thanks for keeping the secret. Love and titty hugs, Anne. എൻ്റെ പൊണ്ണു ബടി, ഇതൊരു സാധാരണ ഗിഫ്റ്റ് അല്ല കേട്ടോ. ഇതിലൊരു മെസ്സേജ് ഹേ. വാട്ട് മെസ്സേജ്? അതൊരു ഇഷ്ടം കൊണ്ട് തന്ന ഗിഫ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. തടിയാ, അവളുടെ തടി കുറഞ്ഞു, നീ മെലിയണം, അതാണ് സീൻ. സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഖത്തർനാക്ക് സീൻ. സണി, നീ വെറുതെ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. ലുക്ക് ആൻഡ് ലിസൺ, അവൾ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? ഷി ലൈക്സ് യു ആൻഡ് ഷി നോസ് ദാറ്റ് യു ലൈക്ക് സൂപ്പർമാൻ. അതുകൊണ്ട് തന്നതാ. പിന്നെ തടിയാ, നീ ആൻമേരിക്കോ ഇതർ ബുലാവോ, നമുക്ക് അവളോട് പൂച്ചാം. കുട്ടിക്കാലത്ത് ലൂക്കാച്ചന് മാത്രമേ എന്നെ ഊഞ്ഞാലാട്ടാൻ പറ്റുള്ളായിരുന്നു. ഹീസ് മൈ സൂപ്പർമാൻ. എനിക്ക് മനസ്സിലായി, അവൻ പതുക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. സ്വപ്നോ കി ജിന്ദഗി കബി ഖത്തം ഖുദം ന ഹോ ജാതി ഹൈ. എൻ്റെ പൊന്ന് തടിയാ.